ജി ടി എഡ്യൂക്കേഷൻ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ എസ് എൽ സിയുടെ ക്രിസ്മസ് എക്സാം നടക്കുകയാണല്ലോ, മാത്സ് എക്സാം നടക്കുകയാണല്ലോ. അപ്പോൾ മാത്സിലേക്ക് ആവശ്യമായിട്ടുള്ള 2 മിനിറ്റോ 3 മിനിറ്റോ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ ദ ഗിവൺ ഫിഗർ ആംഗിൾ ബി ഈക്വൽ ടു 50 ഡിഗ്രി, ആംഗിൾ എ ഡി സി ഈക്വൽ ടു 135 ഡിഗ്രി, AB equal to 10 centimeter, BC equal to 25 centimeter. Find the area of the triangle. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല നമുക്കറിയാം ഹാഫ് എ ബി സൈൻ തീറ്റയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്കതിന്റെ ഹൈറ്റ് കിട്ടുകയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ബേസ് എ ആണ്, ഹൈറ്റ് ബി ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ഹൈറ്റ് ആയിട്ട് എടുത്താൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, അതായത് എച്ച് ബൈ ഹൈപ്പോട്ടന്യൂസ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ബി സൈൻ തീറ്റ ഈക്വൽ ടു എച്ച് കിട്ടും. അങ്ങനെയാണ് ഹാഫ് എ ബി സൈൻ തീറ്റ എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ആംഗിൾ എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യണം. ഈ പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആയിരിക്കും. അതാണ് ഞാനിങ്ങനെ ഡിറ്ററായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സൈൻ 50യുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതായത് 0.77 തന്നിട്ടുണ്ട്. സൈനും കോസും ടാനൊക്കെ ക്വസ്റ്റ്യൻ തരും. അപ്രോപ്രിയേറ്റ് ആയത് മാത്രമാണ് നമുക്ക് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ സൈൻ 50 എന്ന് പറയുന്നത് എന്താണ്? സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇവിടെ 50 എന്ന് പറയുന്ന ആംഗിൾ ഇതാണ് 90 ഡിഗ്രി. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ സൈൻ 50 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ എ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് കൊടുക്കാം, എച്ച് എന്ന് കൊടുക്കാം. അപ്പോൾ സൈൻ 50 ഈക്വൽ ടു AM by 10 ഓർ എച്ച് ബൈ 10. അതാണ് നമ്മുടെ ഇതിരിക്കുന്നത്. അപ്പോൾ എച്ച് എന്ത് കിട്ടും? എച്ച് എന്ന് പറയുന്നത് സൈൻ 50 ഇൻറ്റു 10. സൈൻ 50യുടെ വാല്യൂ എത്രയാണ്? 0.77. 0.77 ഇൻറ്റു 10 ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം 7.7 സെൻറ്റിമീറ്റർ ആണ്. ഇത് നിങ്ങൾ അറിയാത്തവർ വളരെ ശ്രദ്ധിക്കുക. 77നെ ആദ്യം 10 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 770 കിട്ടും. ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ആണുള്ളത്. 2 ഡെസിമൽ പ്ലേസ് മാറ്റിയിട്ട് നമുക്ക് 7.70 കിട്ടും. 7.7ഉം 7.70യും ഈക്വൽ ആണ്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ട്രയാങ്കിളിൻ്റെ അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞു 7.7 സെൻറ്റിമീറ്റർ. ഏരിയ ഹാഫ് എ ബി സൈൻ തീറ്റ, ഹാഫ് എ ഇൻറ്റു ബി സൈൻ തീറ്റയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് 25 ആണ്. ഹാഫ് ഇൻറ്റു 25 ഇൻറ്റു സൈൻ 50 എന്ന് പറയുന്നത് 0.77 ഇൻറ്റു 10. അതാണ് 10 ഇൻറ്റു സൈൻ 50 എഴുതിയിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം 10 ഇൻറ്റു സൈൻ 50ക്ക് പകരം ഹൈറ്റ് ആയിട്ടുള്ള 7.7 കൊടുക്കും. അപ്പോൾ എന്ത് വന്നു? 1 ഇൻറ്റു 25/2 ഇൻറ്റു 7.7 വന്നു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധാരണ കുട്ടികൾ എന്തെങ്കിലും 25നെ 7.7 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് by2 ചെയ്യും. അപ്പോൾ അത് അങ്ങനെ ചെയ്താൽ ആൻസർ കിട്ടും, പക്ഷേ സമയം കൂടുതലെടുക്കും. നമുക്കറിയാം 25ൻ്റെ പകുതിയാണ്. 25/2 12.5 ആണ് ഇൻറ്റു 7.7. അപ്പോൾ ഡെസിമൽസ് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനതൊന്ന് ചെയ്ത് കാണിക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഡെസിമൽ ഇല്ലാതെ 125 ഇൻറ്റു 77 ചെയ്യുക. എന്നിട്ട് ആൻസറിൽ നമുക്ക് 2 പോയിന്റ് മാറ്റി കിട്ടാം. ഇവിടെ 2 ഡെസിമൽ പോയിന്റ് ആണ്. ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. 7 5s are 35, 5 3, 2 7s are 14 plus 3 17, 1 into 7 7 plus 1 8, 7 into 5 35, 5 3, 7 2s are 14 plus 3 17, 7 1 into 7 plus 1 8. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 12 1 8 7 15 plus 1 16 1 8 plus 1 9. ഓക്കെ, അപ്പോൾ 9625 കിട്ടും. ഇതിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 75 35 3, 7 2s are 14 plus 3 17, 1 into 7 plus 7 plus 1 8, 7 into 5 35 5 2 7s are 14 plus 3 17 1. ഓക്കെ, 9625 കിട്ടും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഡെസിമലിന് ശേഷം ഇവിടെയും ഒരു ഡിജിറ്റ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ആൻസറിൽ 2 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടണം. റൈറ്റിൽ നിന്ന് 96.25 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്യണം നമ്മളെല്ലാവരും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവരും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചോദ്യം 90% ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.